ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാര്യം സത്യവാ, ഇത്രയും അച്ചടക്കവും ഇത്രയും കാര്യപ്രാപ്തിയും സ്വഭാവ ഗുണവും വിനയവും ഉള്ളൊരു പെൺകുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ നാട് മുഴുവൻ തേടി നടന്നാലും അങ്ങനെ ഒരുത്തെ കണ്ടെത്താനും പറ്റില്ല. പക്ഷേ എന്തു ചെയ്യാനാ, വിവാഹത്തിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് കണ്ണടച്ചു പോയാല് പണം വിടർത്തിയാടുന്ന നാഗങ്ങളുടെ കാഴ്ച. ഇതിനു മുൻപ് മരിച്ചു വീണവരുടെ മുഖം. ഗാഥ, തനിക്കെടുത്ത് പുച്ഛം തോന്നുന്നുണ്ടോ? എന്തിന്? മാണിക്കുഞ്ഞിന്റെ കാര്യത്തില് എനിക്ക് അയാളുടെ വീടും അമ്മയുടെ അവസ്ഥയൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്തൊരു മോശമാണ്. മാണിക്കുഞ്ഞ് തറവാട്ടിലെത്തിക്കഴിഞ്ഞാൽ അയാൾ ഓരോരുത്തരുടെയും വിശേഷം അന്വേഷിക്കും. മുത്തശ്ശിക്കോ അമ്മയ്ക്കോ അച്ഛനോ വയ്യാതായില്ലേ, ഓരോ നേരം കഴിക്കുന്ന മരുന്നിനെ കുറിച്ച് പോലും അയാൾക്ക് ധാരണ ഉണ്ടാവും. അതയാളുടെ ശമ്പളക്കാരനായതുകൊണ്ടല്ലേ? കഥ പ്ലീസ്, ഞാനെല്ലാം അന്വേഷിക്കണമായിരുന്നു. അയാൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമായിരുന്നു. കൂടെ നിൽക്കുന്നവരുടെ മനസ്സും അവരുടെ വിഷമവും അറിയാത്തവര് എത്ര പണക്കാരായാലും നല്ലവരല്ല. യെസ്, യു ആർ കറക്റ്റ്. എന്റെ ഭാഗത്തുനിന്ന് പിഴവുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ. എല്ലാം എനിക്ക് തിരുത്തണം കഥ. മാണിക്കുഞ്ഞിനെ നവീൻ സംശയിച്ചു. അത് തെറ്റാണെന്നറിഞ്ഞപ്പോ നവീൻ അത് തിരുത്തി. അത് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ വേണ്ടത് അതല്ല. നമ്മുടെ കൺമുന്നിൽ നിന്ന് നമ്മളെ നോക്കി ചിരിക്കുന്നവർക്ക് ആത്മാർത്ഥതയുണ്ടോ എന്നറിയണം. നമ്മുടെ മുന്നില് ചിരിക്കാതെ നിൽക്കുന്നവർക്ക് നമ്മളോട് സ്നേഹമുണ്ടോ എന്നറിയണം. അല്ലാതെ മുഖം നോക്കിയും മുഖത്തെ ചിരി നോക്കിയും ഒരാളെ വിലയിരുത്താൻ പാടില്ല. വാരി കോരി കൊടുക്കണമെന്നൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല നവീൻ. ചെറിയ ചെറിയ പരിഗണനകളാ എല്ലാവരുടെയും ആവശ്യം. അത് കിട്ടിയാ അവര് ഹാപ്പി ആയിരിക്കും. ഗാഥ, തന്നെ ഞാൻ കുറെ മുൻപേ കാണേണ്ടതായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നെ വല്ലാതെ തിരുത്തിയേനെ. താങ്ക്സ് ഗാഥ. പണത്തിന്റെ പിന്നാലെ മാത്രം പോവാൻ അറിയുന്ന എനിക്ക് ജീവിതം കാണിച്ചു തന്നെ, അതെന്റെ സൗന്ദര്യം മനസ്സിലാക്കി തന്നെ. ഗാഥ, ഇനിയിപ്പോ എനിക്ക് പേടിയില്ല. താൻ എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. എന്നെ തിരുത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ നിനക്ക് വിട്ടുതരാം. എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അച്ചടക്കമുള്ള ഒരു കുട്ടിയായിട്ട് മാറുകയും ചെയ്യും. കുട്ടിയോ? യെസ്, താനല്ലേ ഇപ്പം എൻ്റെ ടീച്ചർ, ജീവിതം പഠിപ്പിക്കുന്ന ടീച്ചർ. അപ്പൊ ഞാൻ കുട്ടി തന്നെ. കൃഷ്ണ